ഈ തട്ടുകടക്കാർ പറഞ്ഞത് ഒരു 4-5 പേർ ഒന്നിച്ചാണ് വന്നത്. അവരൊന്നിച്ച് വന്നിട്ടാണ് ഭക്ഷണം ചോദിച്ചത്. അവരൊന്നിച്ച് വന്നാണ് ചായ കുടിച്ചിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവരുമായിട്ട് തർക്കമുണ്ടാകുമ്പോൾ ഈ 4-5 പേര് വന്നെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ പരിസരത്തുള്ളവരാവാം. അപ്പോൾ അയാൾക്ക് അന്ന് വന്നതിൽ 4 പേര് ആൾക്കറിയാം. ഈ 4 പേരെന്ന് പറഞ്ഞാൽ ഈ സ്ഥിരമായിട്ടൊരു കുഞ്ഞൻ രാകേഷ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവൻ 2 മർഡർ കേസിൽ പ്രതിയാണ് അതിന് മുമ്പ്. 3ാമത്തെ കേസാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡിൽ രമേഷിനെ രാജേഷിനെ കുത്തി പരിക്കേൽപ്പിക്കുകയും അതിൽ ചികിത്സയിലിരിക്കെ രമേഷ് മരിച്ച കേസ്. അവൻ്റെ കൂട്ടുകാരായ മറ്റുള്ള പ്രതികളുണ്ട്. ഒരു അജിയുണ്ട്, ഒരു പല്ലൻ ജാഫറുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്രതികളുടെ പേരൊക്കെ ഇവയൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ പ്രതികൾ എവിടെയുണ്ടെന്നുള്ള ഇൻവെസ്റ്റിഗേഷനായി. അവിടെ മണ്ണുത്തി ഒരു പട്ടാളക്കുന്ന് റോഡുണ്ട്, അതിൻ്റെ അവിടെ നിന്ന് കിഴക്കോട്ട് പോയിട്ട് ഒരുത്തൻ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വീട്ടിൽ ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ അവൻ ആ സ്ഥലത്തില്ല, അവനവിടെ ഒളിവിലാണ്. വേറെ അജി എന്ന് പറഞ്ഞൊരുത്തൻ താമസിക്കുന്നത് ഈ പറയുന്ന പുതുക്കാട് പോലീസ് സ്റ്റേഷൻ്റെ പിന്നിൽ കൂടി പോകുന്ന ഒരു പഴയ സർവീസ് റോഡുണ്ട്. അവിടെ റോഡിനോട് ചേർന്നുള്ളൊരു ചെറിയ പെര എന്ന് പറഞ്ഞാൽ ഒരു ഓല കൊണ്ട് മേഞ്ഞ കൂരയാണ്. അവിടെ പോയി നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ അതിന് ശേഷം അവിടെ നമുക്ക് വിജയൻ എന്ന് പറഞ്ഞൊരുത്തനെ നമുക്ക് കിട്ടി. വിജയനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വിജയൻ ഇതിനെപ്പറ്റി നമുക്കൊരു ഇൻഫർമേഷൻ തന്നു. ഇവർ താമസിക്കാൻ ചാൻസുള്ള സ്ഥലങ്ങളെപ്പറ്റി നമുക്കൊരു വിവരം കിട്ടി. അപ്പോൾ ഇത് ഇവരുടെ മറ്റുള്ള കൂട്ടുകാരെ പറ്റി അന്വേഷിക്കുമ്പോൾ ഒരു താറാവ് സണ്ണി എന്ന് വിളിക്കുന്ന ഒരാളുണ്ട്. അയാളുടെ വൈഫ് ഹൗസ് മണ്ണാർക്കാടാണ്, അയാൾ മണ്ണാർക്കാടുണ്ടാവും. അയാൾ ഇവരായിട്ട് അടുപ്പത്തിലാണ്. അപ്പോൾ അവിടെ കാണാം. അപ്പോൾ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഈ പ്രതികൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ ചുറ്റിപ്പറ്റിയായി. ഈ പല്ലൻ ജാഫറിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അവൻ വടക്കഞ്ചേരിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വടക്കഞ്ചേരിയിൽ നമ്മൾ അന്വേഷിച്ചു. വടക്കഞ്ചേരിയിൽ നിന്ന് നമ്മൾ നെന്മാർക്ക് പോകുന്ന ആ പരിസരം മുഴുവൻ അന്വേഷിച്ച് കഴിയുമ്പോൾ ജാഫറിനെ പറ്റി ഏകദേശം ഇൻഫർമേഷൻ കിട്ടി. ജാഫർ ബേസിക്കലി നാട്ടുകാരനല്ല, അയാൾ തെക്കൻ ഭാഗത്തുള്ളൊരു ഒരുത്തനാണ്, ഇവിടെ വന്ന് താമസിക്കുന്നതാണ്. താറാവ് സണ്ണി എന്ന് പറയുന്ന ആൾ താറാവുമായിട്ട് വന്ന് ഈ അരിമ്പൂരി മേഖലയിലും ഈ നെൽപ്പാടങ്ങളുള്ള സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ താറാവിനെ കൊണ്ടുവന്ന് അവിടെ ഇറക്കി അവിടെ താമസിച്ച് തിരിച്ചു പോകുന്നൊരുത്തനാണ്. അയാളുടെ വൈഫ് ഹൗസ് മണ്ണാർക്കാടാണ്. അപ്പോൾ അങ്ങനെ ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ നമുക്ക് മണ്ണാർക്കാട് താറാവ് സണ്ണിൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് ഒരു പ്രതിയെ കിട്ടി. അപ്പോൾ അവനെ കണ്ട് ചോദിക്കുമ്പോൾ മറ്റുള്ള പ്രതികളെപ്പറ്റി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അവരുടെ പുറകെ നമുക്ക് അവരെ കണ്ടുപിടിക്കാനും കഴിഞ്ഞു. അപ്പോൾ ഈ പറയുന്ന ഈ കുഞ്ഞൻ രാകേഷ് എന്ന് വിളിക്കുന്ന ഒരുത്തൻ, അയാൾ ഇത് 3ാമത്തെ മർഡർ കേസാണ്. ഇതിന് ശേഷം പിന്നീടൊരു മർഡർ കേസ് കൂടി അയാൾ വിട്ടു. അപ്പോൾ ഏതായാലും ഈ പറയുന്നൊരു ഗുണ്ട ടീമുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ പറയുന്ന ടീം അംഗങ്ങൾ മുഴുവൻ. അജയ് ആയാലും കൊള്ളാം, രാകേഷ് ആയാലും കൊള്ളാം, ഈ പറയുന്ന പല്ലൻ ജാഫർ ആയാലും കൊള്ളാം. അപ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഗുണ്ടായിസം തുടങ്ങുന്നത് 1995 കാലഘട്ടം തൊട്ട് തൃശ്ശൂർ ഗുണ്ടകളുടെ ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണ്ടകളുള്ളൊരു സ്ഥലം അന്ന് ആ കാലഘട്ടത്തിൽ തൃശ്ശൂരായിരിക്കും. തിരുവനന്തപുരവും എറണാകുളവും ഒക്കെ പിന്നീട് വന്നതാണ്. അപ്പോൾ 1995 ഒരു പിപ്പിരി ജോസ് എന്ന് പറഞ്ഞ ഒരുത്തന തൃശ്ശൂരുള്ള ബിന്ദു തിയേറ്ററിൻ്റെ കോമ്പൗണ്ടിൽ എൻ്റെ പുറത്തിട്ട് വെട്ടിക്കൊന്ന ഒരു സംഭവമുണ്ട്. ഈ പിപ്പിരി ജോസിൻ്റെ മരണത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ 2018-20 വരെ ഏകദേശം ഈ 65-68ഓളം ഗുണ്ടകൾ പരസ്പരം വെട്ടിക്കൊന്നിട്ടുണ്ട് ഗുണ്ടാപ്പകയായിട്ട് ബന്ധപ്പെട്ട്. മരിച്ചവരുടെ പേര് പറഞ്ഞാൽ എനിക്കൊണ്ട് ഒരുപാട് പേര് പേര് പറയാനുണ്ട്. ലോറൻസിന് മരിച്ചിട്ടുണ്ട്, ചാപ്പിളി ബിജു കൊല്ലപ്പെട്ടിട്ടുണ്ട്, ദുർഗാപ്രസാദ് പിന്നെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന 45ഓളം പേര്, ഒരുപാട് പേരുടെ പേര് നമുക്ക് പറയാൻ പറ്റും. ഇത് പറയുമ്പോൾ ഞാൻ താമസിക്കുന്നതിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറി ചിയാത്തൊരു കടവി രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. കടവി രഞ്ജിത്ത് വളരെ ഒരു നൊട്ടോറിയസ് ഗുണ്ടയാണ് അയാൾ ഈ പറഞ്ഞ പോലെ തന്നെ വാടകയ്ക്ക് തല്ലാൻ പോവുകയും വാടകയ്ക്ക് വെട്ടാനും കുത്താനും പോവുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇയാളുടെ ഒരു ടീമിൽപ്പെട്ട ആളുകൾ ഇയാളുടെ അറിവോട് കൂടി തന്നെ ഇയാളുടെ കൺസെൻറ്റോട് കൂടി അവിടെ കുരിയച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇഷ്യൂ ഉണ്ടാക്കുകയും തൊഴിലാളികളുമായിട്ടുണ്ടായ തർക്കത്തിൽ അവരെ കൊലപ്പെടുത്തിയ കേസുണ്ട്. ഈ കടവി രഞ്ജിത്തിനെ ഞാൻ നേരത്തെ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളെ ആ മട്ടിൽ ചോദ്യം ചെയ്ത് കേസെടുത്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നീട് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആയിരിക്കുമ്പോൾ ഇയാൾ അവിടെ ചിയാരം കണ്ണംകുളങ്ങര റോഡ് ചേരുന്ന ജംഗ്ഷനിലൊരു വാട്ടർ പമ്പ് ഹൗസൊക്കെ ഉണ്ട്. ഒരു വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്കുണ്ട്, വാട്ടർ ടാങ്കുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറി ബോംബുണ്ടാക്കുന്ന സമയത്ത് ബോംബ് പൊട്ടിയിട്ട് 2 കൈപ്പത്തി നഷ്ടപ്പെട്ടു.
അപ്പോൾ ഇയാളെന്ന് ചികിത്സക്കായിട്ട് കിടന്നിരുന്നത് എലൈറ്റ് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി എന്നുള്ള നിലക്ക് ഞാൻ ഇയാളെ പോയി കണ്ടു. ഇയാളുടെ ഇൻഫർമേഷൻ എന്താണ് വിവരമെന്ന് അറിയാൻ വേണ്ടി അയാളുടെ അടുത്ത് പോയിരുന്നു. അപ്പോൾ അന്നത്തെ ആളുടെ മുഖഭാവം കണ്ടാൽ എനിക്ക് തോന്നുന്നു ഈ ബോംബ് പൊട്ടി 2 കൈപ്പത്തി നഷ്ടപ്പെട്ടിട്ടും വളരെ കൂളായിട്ട് അയാളുടെ ഒരു മാനസികാവസ്ഥ, മനസ്സിൻ്റെ കട്ടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചോദിച്ച ചോദ്യത്തിനൊക്കെ വളരെ കൂളായിട്ട് ആണ് മറുപടി പറഞ്ഞത്. ഈ ബോംബ് അയാളിങ്ങനെ അഴിച്ചു നോക്കുമ്പോൾ പൊട്ടിപ്പോയി, അയാൾ ഉണ്ടാക്കിയതല്ല എന്നുള്ള മട്ടിലാണ് അയാളുടെ ഒരു മറുപടി. അയാൾക്ക് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ അയാൾ എനിക്കൊണ്ട് കാപ്പാനശ്ശേരി ജയിലിൽ ആയിരുന്നു കുറേ കാലം. ഇപ്പോൾ വീണ്ടും ഈ മർഡർ കേസിൽ അയാളുടെ റിമാൻഡിലാണ്. ഏകദേശം 10-32ഓളം കേസുകൾ അയാൾക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിക്കടി ഇല്ലെങ്കിൽ സ്ഥിരമായിട്ട് കുറ്റകൃത്യം നടത്തുന്നവരുടെ പേരിൽ എടുക്കാവുന്ന നടപടി എനിക്കൊണ്ട് പലപ്പോഴും അത് ഞാൻ ജുഡീഷ്യറിയെ കുറ്റപ്പെടുത്തല്ല, ഒരു 2-3 കേസുകൾ കഴിഞ്ഞാലെങ്കിലും വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ ഇല്ലെങ്കിൽ റിക്കറൻസ് ഓഫ് ഒഫൻസ് ഉണ്ടെങ്കിൽ അതിന് ബെയിൽ കൊടുക്കില്ല എന്നൊരു തീരുമാനമെങ്കിലും ജുഡീഷ്യറി എടുക്കേണ്ടതാണ്. 32 കേസിൽ പ്രതിയാവുക, വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങുക, വീണ്ടും കുറ്റകൃത്യം നടത്തുക. നേരത്തെ ദേവസ്വം സ്റ്റാഫ് രമേശിനെ കൊന്ന കേസിലെ പ്രതി കുഞ്ഞൻ രാകേഷ് 2 മർഡർ കേസിൽ പ്രതിയായിട്ട് വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് 3ാമത്തെ കേസിൽ പെട്ടത്. ആ കേസിൽ വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് വീണ്ടും 4ാമതൊരു മർഡർ കേസിൽ പെടുന്നത്. ഈ പറഞ്ഞ ഈ ഗുണ്ടയായിട്ട് ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ പ്രതികളും 2, 3, 4 ഒക്കെ മർഡർ കേസിൽപ്പെട്ട പ്രതികളാണ്, സംശയമില്ല. അപ്പോൾ അതിൽ ഒരു ഡെഫിനറ്റായിട്ടുള്ളൊരു തീരുമാനം എനിക്ക് തോന്നുന്നു എനിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. നമുക്കറിയാം ഈ 2000 കാലഘട്ടത്തിൽ കൊല്ലം മേഖലയിലുണ്ടായ കല്ലുവാതുക്കൽ മദ്യദുരന്തം അറിയാവുന്നതാണ്. അപ്പോൾ ഈ കല്ലുവാതുക്കലുണ്ടായ വ്യാജമദ്യ രാജാക്കന്മാർ, അങ്ങനെ തന്നെ പറയാം നമുക്കവർ, വ്യാജമായി മദ്യം കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുന്നവർ. അതിൽ മണിച്ചൻ തൊട്ട് മണിച്ചൻ്റെ അനിയനുണ്ടായിരുന്നു. എനിക്കൊണ്ട് മണിച്ചൻ്റെ അനിയൻ്റെ പേര് സുനിൽകുമാർ എന്നാണ് എൻ്റെ ഓർമ്മ, ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാനന്ന് തൃശ്ശൂർ ഈസ്റ്റ് ലിസി ആയിരുന്നു. അപ്പോൾ അടിയന്തരമായിട്ടന്ന് കുറേ പേരെ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ തിരുവനന്തപുരം കൊല്ലം മേഖലയിലേക്ക് കുറേ പേരെ മാറ്റി. അപ്പോൾ എന്നെ അന്ന് തൃശ്ശൂർ ടൗണിൽ നിന്ന് മാറ്റിയത് വർക്കല സി ആയിട്ടാണ്. അതുപോലെ പ്രദീപ് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് സി ഉണ്ടായിരുന്നു, വളരെ നല്ല സി ആണ്. അവനെ കൊല്ലം ടൗണിലേക്ക് മാറ്റി, പ്രദീപ് കുമാറിനെ. അയാളിപ്പോൾ റിട്ടയർ ചെയ്തിട്ട് അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം കോഴിക്കോട്. അപ്പോൾ അവിടെ ഈ സ്പിരിറ്റ് കേസിൽ അന്ന് തെക്ക് ഭാഗത്തുള്ള ഉദ്യോഗസ്ഥന്മാർക്കുള്ള സ്പിരിറ്റ് ലോബിയുമായിട്ടുള്ള ബന്ധം മുൻനിർത്തിയാണ് മാറ്റിയെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടെ ജോലിയെടുക്കാത്ത ആ ഏരിയയിലുള്ള ജനങ്ങളുമായിട്ട് പരിചയമില്ലാത്ത കുറേ പേരെ അങ്ങോട്ട് മാറ്റി. അപ്പോൾ അന്ന് തിരുവനന്തപുരം റൂറൽ എസ് പി ഉണ്ട്. അദ്ദേഹം അന്ന് ഇന്നത്തെ ADGP ശ്രീ അജിത് കുമാർ സാറാണ് അവിടെ റൂറൽ SP. അപ്പോൾ ഈ വർക്കല സ്റ്റേഷനും സി ഓഫീസും തിരുവനന്തപുരം റൂറൽ SP-ൻ്റെ കീഴിൽ വരുന്നതാണ്. വർക്കലേൻ്റെ ബോർഡർ കഴിഞ്ഞാൽ പിന്നീട് കൊല്ലം ജില്ലവും, ചാത്തന്നൂരിൻ്റെ അവിടെ വന്നാൽ കൊല്ലം ജില്ലവും, ചാത്തന്നൂരിൻ്റെ തെക്കുവശം. അപ്പോൾ ഈ പറയുന്ന ആറ്റിങ്ങൽ സബ് ഡിവിഷനാണെന്ന് DYSP ഉള്ളത്. ആറ്റിങ്ങൽ DYSP-ൻ്റെ കീഴിലാണ് വർക്കല, ആറ്റിങ്ങൽ, കല്ലമ്പലം, വെഞ്ഞാറമൂടൊക്കെ വരുന്നത്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ശ്രീ വേലപ്പൻ നായർ സാറാണ്. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കുകയും വളരെ ബോൾഡായിട്ട് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്ന കൂട്ടത്തിലാണത്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ജോലി എടുക്കാൻ ഒന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലൊന്നും ഞങ്ങൾക്കൊന്നും ബാധകമല്ല. കാരണം ഞങ്ങൾക്ക് ആരെയും പരിചയമില്ല. ആര് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല, കേൾക്കാറുമില്ല ഒന്നും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മണിച്ചൻ്റെ അനുജൻ്റെ വീട്ടിൽ സ്പിരിറ്റ് ഉണ്ടോ എന്നൊരു സംശയം. അപ്പോൾ അത് SP വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു സംശയമുണ്ട്, അത് നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്യണം. അപ്പോൾ എനിക്കാണ് ഏരിയ പരിചയമില്ല, ആൾക്കാരെ പരിചയമില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന്, എൻ്റെ ഡ്രൈവറുണ്ട് മധു എന്ന് പറഞ്ഞൊരു ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു, എനിക്ക് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ആളാണ്. മധുവിനെ കൂട്ടി മറ്റുള്ളവരൊക്കെ കൂട്ടി എൻ്റെ കൂടെയുള്ള 2-3 പോലീസുകാരെയും കൂട്ടി വീട്ടിലോട്ട് പുറപ്പെട്ടു. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു കാണാൻ ഭംഗിയുള്ളൊരു 2 നില വീടാണ്. പക്ഷേ മറ്റൊന്നും നമുക്ക് കാണുന്നില്ല. മറ്റേ വീടിൻ്റെ ഇതൊക്കെ പരിശോധിച്ച് നോക്കി, വീടിൻ്റെ മേലും താഴെയൊക്കെ പരിശോധിച്ച് നോക്കി, ടാങ്കൊന്നും കാണുന്നില്ല. വീടിൻ്റെ കോമ്പൗണ്ട് ഞങ്ങൾ നടന്ന് പരിശോധിച്ചു, അതിലും ടാങ്കൊന്നുമില്ല.
ചിലത് പുറത്തേക്ക് പൈപ്പുണ്ട്, പക്ഷേ ആ പൈപ്പ് തുറന്നാൽ ചിലതിൽ വെള്ളം വരുന്നില്ല. അപ്പോൾ ഇനി ടാങ്കായിട്ട് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാവും. അപ്പോൾ പിൻവശത്തുള്ളൊരു പൈപ്പ് തുറന്ന് നോക്കുമ്പോൾ അതിന് പൈപ്പിൽ വെള്ളം വരുന്നില്ല, മറ്റുള്ള പൈപ്പിലൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടുകാരോട് ചോദിച്ചു ഇതിൽ നിന്ന് വെള്ളം വരുന്നില്ലല്ലോ, എന്താ കാര്യം? അപ്പോൾ ഒരു സൈഡിലെ കണക്ഷൻ പിടിച്ചിട്ടിരിക്കുകയാണ്, പണ്ടേ വെള്ളമില്ല, അത് ഉപയോഗിക്കുന്നില്ല ഞങ്ങൾ, അതുകൊണ്ടാണ്. ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ നടന്നിട്ട് ഓരോ മുറിയും ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഒരു വടിയുണ്ട് ഞങ്ങളുടെ അടുത്ത്, അതുകൊണ്ട് തന്നെ കുത്തി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രത്യേകത ഒന്നും കാണുന്നില്ല, ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു പ്രത്യേകതയില്ല. പിന്നെ ഞങ്ങൾ അപ്സ്റ്റെയറിൽ കയറി നോക്കി. അപ്സ്റ്റെയറിൽ കയറി ഇങ്ങനെ ഓരോ റൂമായിട്ട് പരിശോധിച്ചുകൊണ്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ പതിയെ കുത്തി ചെന്ന് കഴിഞ്ഞപ്പോൾ ഷെൽഫുണ്ട്. ആ റൂമിൽ ഒരു ഷോക്കേസ് മാറി ഷെൽഫ് വെച്ചിട്ടുണ്ട് അവർ. ആ ഷെൽഫിൻ്റെ ഡോറ് നമ്മൾ തുറന്ന് ഇങ്ങനെ യൂഷ്വലായിട്ട് കുത്തി നോക്കുന്നുള്ളൂ. കുത്തി നോക്കുമ്പോൾ എന്തൊരു നമ്മൾ പറഞ്ഞില്ല, സാധാരണ തറയിൽ കുത്തിയാൽ നല്ല തറ ഗ്രാവലും മെറ്റലൊക്കെ ഇട്ട തറയാണെങ്കിൽ സൗണ്ടിന് വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഒരു ഹോളായിട്ടുള്ള ഏരിയയിൽ കുത്തുന്നൊരു സൗണ്ട് കിട്ടുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടുകാരെ വിളിച്ച് ചോദിച്ചു ഇവിടെ എന്താ സൗണ്ടിന് വ്യത്യാസം? അപ്പോൾ അവർ പറഞ്ഞു അതറിയില്ല സർ, എന്താണെന്ന് അറിയില്ല, ഇത് ഞങ്ങളിത് ഷോക്കേസായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്, എന്താണ് സൗണ്ടിന് വ്യത്യാസമൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഏതായാലും ആ റൂമിൻ്റെ അവിടുത്തെ ടൈലൊന്ന് പൊളിക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ട് പോലീസുകാർ വിട്ടിട്ട് പുറത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു പ്ലംബറെയോ അല്ലെങ്കിൽ മേസനെയോ കൊണ്ടുവരാൻ പറഞ്ഞു. വീട് പുറത്തുനിന്ന് ഒരു അരമണിക്ക് കഴിഞ്ഞാൽ തപ്പി പിടിച്ചൊരു മേസനെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ആ ടൈലൊന്ന് ഇളക്കി മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ അതിൻ്റെ 4 വശം ഇങ്ങനെ അയാളുടെ കയ്യിലുള്ള ഉളി കൊണ്ട് വരഞ്ഞിട്ട് അത് ഇളക്കി മാറ്റി. ഇളക്കി മാറ്റുമ്പോഴാണ് അതിൻ്റെ അടിയിലോട്ടൊരു സെല്ലാറ് മാതിരി എനിക്കൊണ്ടൊരു ഗ്രൗണ്ടിലോട്ട് ഇറങ്ങാവുന്ന മാതിരി ഒരു 5 അടിയെങ്കിലും ആഴമുണ്ടാവും അതിന്. അപ്പോൾ ഞങ്ങളൊരു വടിയിട്ട് കുത്തി നോക്കുമ്പോൾ ഒരു 5 അടിൻ്റെ അടുത്ത് ആഴമുള്ളൊരു സെല്ലാറാണ് അതിൽ. അതിൽ നിന്ന് ഞങ്ങളെടുത്ത് നോക്കുമ്പോൾ വേണ്ട അതിൽ ചെറിയ സ്മെല്ല് വരുന്നുണ്ട്, സ്പിരിറ്റിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഉടൻ ഞങ്ങൾ എസ്പിനെ വിവരം അറിയിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അജിത്കുമാർ സാറിന് വിവരം അറിയിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ ആക്റ്റീവാണ്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇമ്മീഡിയറ്റായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹം യൂണിഫോമൊക്കെ അഴിച്ചിട്ട് ഞങ്ങളും പാൻറ്റൊക്കെ മടക്കി കയറ്റി ഇതിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അതാ ഒരു ഏകദേശം 2 മുറിയുടെ അത്രയും വലിപ്പമുള്ള ഒരറയാണ്, സ്പിരിറ്റ് സൂക്ഷിക്കുന്ന അറയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ മേൽഭാഗത്തായിട്ട് വാൽവുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ ഞങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം അതിൽ അന്ന് എനിക്കൊണ്ട് സ്പിരിറ്റ് കുറവാണ്. എനിക്കൊണ്ട് എന്നാലൊരു 3500-4500 ലിറ്റർ സ്പിരിറ്റ് എനിക്കൊണ്ട് അറിയില്ലെന്നുണ്ടായിരുന്നു. അപ്പോൾ വാൽവ് നമ്മൾ അകത്ത് കണ്ട വാൽവ് തിരിച്ചാലാണ് നമ്മൾ പുറത്തൊരു പൈപ്പ് കണ്ടിരുന്നു. ആ പൈപ്പിൽ കൂടി വന്നിരുന്നത് വെള്ളമല്ല, ശരിക്കും സ്പിരിറ്റ് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ഒരു ടാപ്പും പൈപ്പുമാണത്. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിന് എനിക്കൊണ്ട് വളരെ ഒരു നല്ലൊരു സ്റ്റെപ്പായിരുന്നു. വളരെ ഒരു ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു. അത് മുഴുവൻ നമ്മൾ തട്ടിപ്പിടിക്കാനും അതിൻ്റെ ഉള്ളിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്യാനും സ്പിരിറ്റിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്യാനും ഇയാളെ കണ്ടുപിടിക്കാനൊക്കെ ഒരുപാട് സമയമെടുത്തു. ഏതായാലും സാമ്പിൾ കളക്ട് ചെയ്ത് നമ്മൾ അന്ന് എൻ്റെ ഓർമ്മ അത് ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെന്നാണ്, ഞാൻ കൃത്യമായിട്ടുള്ള ആറ്റിങ്ങിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിന് നമ്മളൊരു കേസ് രജിസ്റ്റർ ചെയ്ത് സുനിൽകുമാറിൻ്റെ ഒരു കേസ് എടുത്തു. അപ്പോൾ ഈ ഒരു സ്പിരിറ്റിൻ്റെ ഒരു വ്യാപ്തി, കാരണം ആ ഒരു വീട് പണിയുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരു മേലെ സാധാരണ നമ്മൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ അറയൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ മേലൊരു സെല്ലറുണ്ടാക്കി. പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാണ്ട് പോയ കാര്യം, ഈ പറയുന്ന ഫ്ലോറിൽ നമ്മളതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാൽ ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുന്നതിൻ്റെ ആ ഡിസ്റ്റൻസ് താഴെ കടന്നു നോക്കിയാൽ കിട്ടാവുന്ന ദൂരം ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സീലിങ്ങിലേക്ക് കിട്ടുന്ന ദൂരം അളന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എളുപ്പം നമുക്കൊന്ന് കിട്ടിയാനേ. പക്ഷേ പിന്നീട് ഇത് നമ്മൾ അളന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഏകദേശം ഒരു 5 അടിയോളം ഈ പറയുന്ന സെല്ലാറിന് ഉയരം ഉണ്ടെന്നും ഇല്ല അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് ഉണ്ടെന്നും ഈ 2 മുറി കവർ ചെയ്യുന്ന അത്രയും 2 മുറി കവർ ചെയ്യാമെന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അന്ന് അവരുടെ റൂം അനുസരിച്ച് എനിക്കൊന്ന് 1000-1200 സ്ക്വയർ ഫീറ്റിൻ്റെ മീതെ പോകുന്ന അത്രയും വിസ്തീർണത്തിലുള്ളൊരു ടാങ്കായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് കേസ് എടുക്കാൻ കഴിഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് സ്പിരിറ്റുകൾ അന്വേഷിക്കുമ്പോഴാണ് ഈ പറയുന്ന വെഞ്ഞാറമൂടുള്ള മുരളി എന്ന് പറയുന്ന അയാൾക്ക് വന്ന സ്പിരിറ്റ് അവിടെ ഒരു കള്ള് ഷാപ്പിൽ സ്പിരിറ്റ് വന്നിട്ട്
ആ സ്പിരിറ്റ് കള്ള് ഷാപ്പിൽ ഇറക്കുന്നിടക്ക് നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് പോകാനും കണ്ടുപിടിക്കാനും കഴിയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അന്ന് ഈ കള്ള് ഷാപ്പിൽ കൊടുത്തിരുന്നത് കള്ള് മാത്രമല്ല, സ്പിരിറ്റ് കൂട്ടിയാണ് കള്ള് കൊടുത്തിരുന്നത്. ഈ സ്പിരിറ്റ് കൊണ്ടുവന്ന് പല സ്ഥലത്തും ഡൈല്യൂട്ട് ചെയ്ത് അതിന് കളർ കൊടുത്ത് ഈ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന പേരിൽ പലപ്പോഴും ബ്രാൻഡി കടയിൽ കൊണ്ടു കൊടുത്ത് ഇല്ലെങ്കിൽ ലിക്കർ ഷോപ്പിൽ കൊടുത്ത് വിൽപ്പന നടത്തുന്ന കേസുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നു ബ്യൂറേജസിൻ്റെ ഹോളോ സ്റ്റിക്ക് വന്നതിന് ശേഷം, ഹോളോഗ്രാം വന്നതിന് ശേഷം അത് പലപ്പോഴും എനിക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടെന്ന് തോന്നുന്നു. പലപ്പോഴും ഇപ്പം ഞങ്ങളുടെ റേഡിന് പോകുമ്പോൾ ഈ പറയുന്ന അവർ കിട്ടിയ സ്റ്റോക്കും രജിസ്റ്ററുള്ള സ്റ്റോക്കും ഈ ഹോളോഗ്രാമുള്ളതാണെന്നും കൂടി വെരിഫൈ ചെയ്യാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വന്നാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ സെക്കൻഡ്സ്, നമ്മളതിന് സെക്കൻഡ്സ് എന്നൊക്കെയാണ് പറയാറ്. കാരണം പലപ്പോഴും ടാക്സ് വെട്ടിച്ച് ഈ പറയുന്ന ബാംഗ്ലൂരിൽ നിന്നോ മറ്റൊക്കെ ഡിസ്റ്റിലറിയിൽ നിന്നും സെക്കൻഡ്സ് ഇറക്കാറുണ്ട്. അത് ബാറുകാർ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ കള്ള് മേഖലയിൽ നോക്കുമ്പോൾ കള്ളിൽ സ്പിരിറ്റ് കലർത്തി വിറ്റിരുന്നത് വ്യാപകമായിട്ട് ഈ പറയുന്ന കൊല്ലം, തിരുവനന്തപുരം ജില്ല മാത്രമല്ല, എനിക്കൊണ്ട് കേരളത്തിൽ ഒട്ടാകെ പല സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അന്നത്തെ DGP ആയിരുന്ന ജേക്കബ് പുന്നൂസ് സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കേരളത്തിലുള്ള മുഴുവൻ തെങ്ങുകൾ ചെത്തിയാലും കിട്ടുന്ന കള്ള് ഉപയോഗിച്ചാൽ ഈ പറയുന്ന അത്രയും ലിറ്റർ കള്ളുണ്ടാവില്ല, കള്ള് കുടിക്കാനുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആൾക്കാർ കുടിക്കുന്ന കള്ളിൽ ഇനി വെള്ളം ചേർത്താൽ മനസ്സിലാക്കാം, ഇത് വെള്ളം ചേർത്ത ആൾക്കാർക്ക് ഒരു ലഹരി ഉണ്ടാവില്ല. അപ്പോൾ ഈ ലഹരി കിട്ടുന്ന പോലെ എന്തെങ്കിലും ചേർക്കുന്ന വസ്തുത ഉണ്ടെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാകും. ഈ സാധാരണ നമുക്കറിയാം കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ തെങ്ങുള്ളത് കേരളമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ തെങ്ങ് മുഴുവൻ ചെത്തിയാലും കിട്ടുന്ന കള്ളിൻ്റെ കണക്ക് പോരാണ്ട് വരുമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എത്രത്തോളം സ്പിരിറ്റ് കൊണ്ടുവന്ന് കൂട്ടിയാണ് വെക്കുന്നതെന്ന്. ഒരുപക്ഷെ 1 ലിറ്റർ സ്പിരിറ്റിൽ ചിലപ്പോൾ 5-6 ലിറ്റർ വെള്ളം കലർത്തിയാവും ഇവർ കൊടുക്കുന്നത്. അപ്പോൾ വെഞ്ഞാറമ്മൂട് മുരളി എന്ന് പറഞ്ഞ ആൾ പലപ്പോഴും അയാളുടെ ഗോഡൗണിൽ പോകാണ്ട് നേരിട്ട് കള്ള് ഷാപ്പുകളിലേക്ക് സ്പിരിറ്റ് സപ്ലൈ ചെയ്യുന്ന ആളാണ്. അയാളുടെ പേരിൽ നമുക്ക് അതിനൊരു കേസ് എടുക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ കേസിൻ്റെ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഞാൻ ജോലിയെടുക്കുന്ന വർക്കല എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു കള്ള് ഗോഡൗണിൽ സ്പിരിറ്റ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ കള്ള് ഗോഡൗൺ പരിശോധിക്കാൻ പോയി. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10,500 ലിറ്റർ എന്നാണ് എൻ്റെ ഓർമ്മ. അത് 12,500 10,500 കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അത്രയധികം സ്പിരിറ്റ് ഇവരവിടെ ഈ കന്നാസിലാക്കി വളരെ ഭദ്രമായി അടച്ച് സൂക്ഷിച്ചിരുന്നു. അപ്പോൾ ഒരു വീട് വാടകയ്ക്കെടുത്തിട്ട് അതിൻ്റെ ആ മുറികളിൽ മുഴുവൻ ഇവർ വലിയ ജാറിൽ എനിക്ക് 150-200 ലിറ്റർ കൊള്ളുന്ന വലിയ വീപ്പ് എന്ന് പറയും നമ്മൾ, അതിനുള്ളിൽ സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നു. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി വരുമ്പോൾ രസകരമായ വസ്തുത, ആ അവിടുത്തെ റേഞ്ച് എന്നാണ് പറയാറ്, കള്ള് റേഞ്ച് അടിസ്ഥാനത്തിലാണ് ഓപ്ഷൻ നടത്തിയിരുന്നത്. ആ റേഞ്ച് ലേലം വിളിച്ചിരുന്ന ഒരാൾ സാമ്പത്തികമായി ഒരു ശേഷിയില്ലാത്ത ഒരു കള്ള് ഷാപ്പിൽ ജോലി എടുക്കുന്ന തൊഴിലാളിയാണ്. അപ്പോൾ അയാളെ വിളിച്ച് നമ്മൾ ചോദിച്ചു, താൻ ഇത്രയും പൈസ മുടക്കി കള്ള് റേഞ്ച് എവിടെ നിന്നാണ് വിളിക്കുന്നത്? അപ്പോൾ അയാൾക്ക് അതിന് കൃത്യമായ മറുപടിയൊന്നുമില്ല. അയാളുടെ വീട്ടിൽ പോയി റേഷൻ കാർഡ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അയാൾക്ക് ജീവിക്കാൻ പൈസ അങ്ങോട്ട് കൊടുക്കണം, അത്രത്തോളം വരുമെന്ന് റേഷൻ കാർഡിലുള്ളൂ. അയാളുടെ വീട് കണ്ടാൽ വലിയ പരിതാപകരമാണ്. അപ്പോൾ അവസാനം അയാൾ പറഞ്ഞു, സാർ ഇത് ഞാൻ നടത്തുന്നതല്ല, എൻ്റെ പേരിൽ ലൈസൻസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അയാളൊരു ബിനാമി ലൈസൻസിയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ അന്വേഷിച്ചു. കൂടുതൽ പോകുമ്പോൾ ഈ വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് ഈ പറയുന്ന ഇയാളാണെങ്കിലും വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് അന്ന് ആ നാട്ടിലുണ്ടായിരുന്ന ആ തിരുവനന്തപുരം ജില്ലയിലൊരു വിദ്യാർത്ഥി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പുരോഗമന രീതിയിലുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ജില്ലാതല നേതാവാണ് ഈ വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി പോയിരിക്കുന്നത്, സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ പേരില്ല. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഇയാളെ കണക്ട് ചെയ്യാൻ എവിഡൻസൊന്നും കാര്യമായിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ അന്ന് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു. അയാൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്തൊരു മനുഷ്യനാണ്. വളരെ രസകരമായിട്ട് സംസാരിക്കാൻ തമാശയൊക്കെ പറയുന്ന കൂട്ടത്തിലാണ്. ഞാൻ വളരെ നേരത്തെ പരിചയമുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എന്നൊരിക്കൽ കാണാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു, ഈ പറയുന്ന ഈ വിദ്യാർത്ഥി നേതാവിലേക്ക് ഈ കേസ് എത്തരുത്, അപ്പോൾ അതിന് വേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, വിദ്യാർത്ഥി നേതാവാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പറയുന്ന പാവപ്പെട്ട കള്ള് ഷാപ്പ് തൊഴിലാളി അത് ഒരു പോൺ കരു മാത്രമാണ്. ഇതിലെ കിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന വിദ്യാർത്ഥി നേതാവാണ്. അയാളിലേക്ക് ഈ കേസ് എത്തിക്കാണ്ട് യാതൊരു നിവൃത്തിയില്ല.
അതുകൊണ്ട് സുഹൃത്തിനോട് പറഞ്ഞു നമുക്ക് 2 കാപ്പിയൊക്കെ കുടിച്ച് തൽക്കാലം പറയാം, നമ്മൾ തമ്മിലിത് സംസാരിച്ചിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, നീ ഇത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇയാളെ കണക്ട് ചെയ്യാൻ എവിഡൻസ് നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ വിദ്യാർത്ഥി നേതാവെന്ന് പറയുന്ന ആൾ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ചാനലുകാരെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഈ വർക്കല റേഞ്ച് കള്ള് നടത്തുന്നത് ഞാനാണ്. ഒരു തുള്ളി സ്പിരിറ്റ് നിങ്ങൾക്ക് എൻ്റെ റേഞ്ചിൽ നിന്നും കണ്ടെടുക്കാൻ കഴിയില്ല. അത്രയ്ക്ക് വളരെ പെർഫെക്റ്റായിട്ട് നല്ല കള്ള് കൊടുത്ത് ആൾക്കാർക്ക് കൊടുക്കുന്ന ഏക റേഞ്ച് വർക്കല റേഞ്ചാണ്. മറ്റുള്ള പല സ്ഥലത്തു നിന്നും പോലീസ് സ്പിരിറ്റ് കണ്ടെടുത്തിട്ടുണ്ട്, സ്പിരിറ്റ് പിടിച്ചിട്ടുണ്ട്, സ്പിരിറ്റ് പിടിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ റേഞ്ചിൽ ഞാൻ സ്പിരിറ്റ് കൂട്ടിയ കള്ള് കൊടുക്കുന്നേയില്ല. ഒരുപക്ഷെ അയാളുടെ ബിസിനസ് സാമ്രാജ്യം വ്യാപിപ്പിക്കാൻ വേണ്ടിയോ കൂടുതൽ കസ്റ്റമേഴ്സിന് കിട്ടാൻ വേണ്ടിയോ ഇല്ലെങ്കിൽ അദ്ദേഹം വളരെ സ്ട്രെയിറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയോ പറഞ്ഞതാവാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചാനലിൽ കൊടുത്ത ചർച്ചയിൽ വന്ന ആ ഒരു CD ആണ് നമുക്ക് ഇയാളെ ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ള തെളിവായിട്ടൊന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എനിക്ക് കൊണ്ട് മാറിപ്പോരുന്നത് വരെ ഇയാൾ നഫ്സ്കൊണ്ടിക്കാണ്. അത് മാറിപ്പോന്നതിന് ശേഷം ഈ കേസ് അന്വേഷിച്ചിരുന്നത് എൻ്റെ സീനിയർ ബാച്ചിലുള്ള വളരെ പ്രഗത്ഭനായ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ 1976 ബാച്ചിൽ ഈ പറയുന്ന ഹൂച്ച് ട്രാജഡിയും ഒക്കെ അന്വേഷിച്ചിരുന്ന ഒരു ആണ്. പിന്നീട് അദ്ദേഹം DYSP ആയിട്ട് റിട്ടയർ ചെയ്തു. അദ്ദേഹം അന്ന് പറഞ്ഞത് ആ കേസിലൊക്കെ എവിഡൻസ് കിട്ടിയിട്ടുണ്ടെന്നും ഇവന് ഈ കിട്ടിയ എവിഡൻസ് വെച്ച് ചാർജ് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് എനിക്കൊണ്ട് ആ കേസിൽ എനിക്കൊരു സൗണ്ട്സ് ഒന്നും കണ്ടില്ല. ഏതായാലും അന്ന് ഈ പറയുന്ന ഒരു വിദ്യാർത്ഥി നേതാവ് എനിക്കൊണ്ട് ജനങ്ങളെ മുഴുവൻ പറ്റിക്കുന്ന രീതിയിൽ നടത്തിയെങ്കിലും ഈ പറയുന്ന ഒറ്റ ചാനൽ ചർച്ച കൊണ്ട് നമുക്കിത് കിട്ടി. 94 കാലഘട്ടത്തിൽ സ്നാച്ചിങ് വല്ലാണ്ട് നടക്കുന്നുണ്ട്, പ്രത്യേകിച്ചും വിയ്യൂര് മേഖല. വിയ്യൂരുള്ള ഒരു രാമൻപിള്ള, അതിൻ്റെ പേരങ്ങനെ ഓർമ്മ, അദ്ദേഹത്തിൻ്റെ പേര് രാമൻപിള്ള എന്നെ ഓർമ്മ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് രാത്രി കള്ളം കയറി ഭാര്യയുടെ കഴുത്തിൽ കിടന്ന മാല മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ പരിസര പ്രദേശത്ത് ഇതിനു മുമ്പ് 2-3 കളവുണ്ടായിട്ടുണ്ട്.